തൃശൂർ തിരിച്ചുപിടിക്കാൻ പ്രത്യേക തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയാൻ CPI. BJPക്ക് പിന്നാലെ കോൺഗ്രസും തൃശൂരിൽ പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനം. പുതിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ സ്ഥാനാർത്ഥി നിർണയത്തിന് കാക്കരുതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇതിനോടകം തന്നെ BJPയുടേത് വളരെ മുമ്പ് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയൊക്കെയുള്ള പ്രചാരണം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം TN പ്രതാപന് വേണ്ടി പല കുറി ചുവരെടുത്ത് വരുന്നു, അദ്ദേഹം വിലക്കിയിട്ട് പോലും ചുവരെടുത്ത് വരുന്നു എന്ന തരത്തിലേക്ക് ആ വാർത്തകൾ പുറത്തു വന്നു. ഇന്നലെ ഏറ്റവും ഒടുവിലായി VS സുനിൽകുമാറിന് വേണ്ടിയൊക്കെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചാരണവും കണ്ടു. ഏതായാലും വൈകിക്കരുത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം എന്നതിലേക്കാണോ ഇന്നിപ്പോൾ CPI എക്സിക്യൂട്ടീവ് എത്തിച്ചേർന്നത്? അനുജ, ഉറപ്പായും. കാരണം തൃശ്ശൂരിൽ ഇതിനോടകം തന്നെ BJPയും അതേപോലെ തന്നെ കോൺഗ്രസും അവരുടെ പ്രചാരണവുമായി സജീവമായിട്ടുണ്ട്, അല്ലെങ്കിൽ കളം നിറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയെ സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്ന സാഹചര്യം. അതേപോലെ തന്നെ കോൺഗ്രസ് ആകട്ടെ KPCCയുടെ മഹാസമ്മേളനം അടുത്ത മാസം തൃശ്ശൂരിൽ നടക്കുകയാണ്. അതിൽ അവരുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ തന്നെയായിരിക്കും എത്തുക. അങ്ങനെ മറ്റിരു പാർട്ടികളും സജീവമായതോടുകൂടിയാണ് CPI ഇക്കാര്യത്തിൽ ചില തന്ത്രങ്ങൾ മെനയാൻ തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം ആവിഷ്കരിക്കുമെന്നുള്ളതാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോൺഗ്രസിന്റെ പരിപാടി കൂടി കഴിഞ്ഞ് തന്ത്രം തയ്യാറാക്കാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുള്ള ചില കരുക്കൾ തൃശ്ശൂരിൽ നീക്കണമെന്നുള്ള കാര്യവും കൂടി ഇന്ന് ഈ CPI എക്സിക്യൂട്ടീവിൽ അഭിപ്രായമായി ഉയർന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIക്കുള്ള സീറ്റുകളിൽ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ വൈകരുത് എന്നുള്ള അഭിപ്രായം കൂടി എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാക്കരുതെന്നാണ് അംഗങ്ങളുടെ അഭിപ്രായം. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും ഒരു ഘടകമാണ്. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഉചിതമാകുമെന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. എന്തായാലും കരുതലോടുകൂടി മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ CPI എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അനുജ, ശരി, CPI എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. വീണ്ടും ഒരു ഇടവേള.